എല്ലാവരും സഖാവിന്റെ ശത്രുക്കളാണ്. ഈ പറഞ്ഞ മാഫിയാസിൽ എനിക്ക് സംശയം തോന്നിയ ചിലരുടെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തുടക്കത്തിൽ. ഈ ലിസ്റ്റിൽപ്പെട്ട ആരെയും സംശയിക്കാൻ ഇതുവരെ ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. പക്ഷെ എവിടെയെങ്കിലും തുടങ്ങില്ലേ പറ്റൂ. ആ ലിസ്റ്റില് ലോട്ടറി രാജാവ് ശെൽവം കണ്ണൻ, മണൽ മാഫി ഈപ്പൻ, അബ്കാരി നാരായണൻ തുടങ്ങിയവരൊക്കെ CM വളരെ പരസ്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ലക്ഷ്മി ഒന്നുകൂടെ ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ. മേക്കപ്പ് കൂടുതലാണ് അതോ ഇനി വല്ല ലൈൻ ഉണ്ടോ പുതിയത്? സാറുള്ളപ്പോ വേറെ ആരെങ്കിലും ലൈൻ അടിക്കാൻ പറ്റുമോ? ഞങ്ങളത് പ്രേമിച്ചോട്ടെ. ആയിക്കോട്ടെ സാർ. എന്റെ ശത്രുക്കൾ ആരാണെന്ന് ഞാൻ തന്നെ പറയണോ? പേടിക്കണ്ട, ഞാനിതൊന്നും ഒരിക്കലും ഒരു പത്രക്കാരോടും പറയത്തില്ല കേട്ടോ. പലരും കരുതും പോലെയല്ല, CM-ഉം പാർട്ടിയും ഒന്ന് തന്നെയാ. സാറിന്റെ എത്രയോ ജോലിയാണ്. എന്നെ കാണുന്നുണ്ടെങ്കിൽ എടാ പെരുമാളെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഞാൻ സാറിന്റെ മുമ്പിൽ ഒന്ന് സല്യൂട്ട് അടിച്ച് നിൽക്കില്ലേ? ഇത് എന്റെ ഒരു പിണക്കമാണ്. എന്നെ ഇഷ്ടമല്ല, എന്താ എന്നെ കാണാൻ വരാത്ത എന്നൊക്കെ പറഞ്ഞ SMS-ഉം ഒരുപാട് മിസ് കോളും ചില പിള്ളേരെ കൂട്ടും. സർ, വാട്ട്സ് ദ റിയൽ പ്രോബ്ലം? ടെൽ മീ. ഹലോ മാഡം, പെരുമാളാണ്. ഓർമ്മയുണ്ടോ ഈ മുഖം? എനിക്ക് മാഡത്തിനെ കൊണ്ടൊരു ചെറിയ കാര്യമുണ്ട്. ഒരു അച്ഛന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ. അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. ഫാദർ എബ്രഹാം പുന്നക്കാട്ടിൽ, സെയിന്റ് ജോർജ് ചർച്ച് ആൻഡ് ഓർഫനേജ്, പെരിനാട്, കൊല്ലം. ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ചുമ്മാ കേസ് അടിക്കല്ലേ? അപ്പൊ ശരിക്കും ഇല്ലേ? ഓഹോ, ആരുമില്ലാതെ അന്വേഷിക്കൂ. ഇൻഫർമേഷൻ സമ്മാനം ഞാൻ കൊറിയർ അയച്ചു തരാം. ഒരു 5 മഞ്ച്. താങ്ക് യു സോ മച്ച്. അയാള് ജനപ്രിയ നേതാവ് തന്നെ, പക്ഷെ ബിസിനസ് കമ്മ്യൂണിസ്റ്റ് നിന്നോട് ചോദിച്ചില്ലല്ലോ. ചോദിക്കുമ്പോ മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്നല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓരോ പോളിസിയും പ്രഖ്യാപനങ്ങളും ഞങ്ങൾക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാക്കി. 100% പെർഫെക്റ്റ് ആയി ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ സാർ? പിന്നെ നിന്റെയൊക്കെ തോന്നിയാസത്തിന് ബിസിനസ് ചെയ്യാനുള്ള സ്ഥലമാണ്. സത്യം വല്ലാതെ മനസ്സ് മടുപ്പിച്ചു സാർ. പുതിയ മുഖ്യമന്ത്രി വന്നാൽ അദ്ദേഹവും പാർട്ടിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും വാക്ക് വന്നിരുന്നു? ഇവിടെ